സി കണ്ണൂരിൽ നിന്ന് ബിജേഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. ബിജേഷ്, കണ്ണൂരിൽ UDF-നെ സംബന്ധിച്ച് DCC സെക്രട്ടറി വരെ വിമതനായി മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം UDF-നെ സംബന്ധിച്ച് വലിയ തലവേദന പല സ്ഥലങ്ങളിലുമുണ്ട്. പലയിടങ്ങളിലും നേതാക്കൾ തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സീറ്റ് ഉപജനത്തിലൊക്കെ എത്ര സമയമെടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. LDF-നെ സംബന്ധിച്ച് ചില സ്ഥലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥി പോലും ഇല്ല എങ്കിൽ പോലും സീറ്റ് ഉപജനവുമൊക്കെയായി ബന്ധപ്പെട്ട് ചില സ്വാരസ്യങ്ങൾ പല മേഖലകളിൽ നിന്നും ഉണ്ടായിരുന്നു. എന്താണ് മുന്നണികൾ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസം എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് കണക്കുകൂട്ടലുകൾ? മുന്നണികൾ എത്രത്തോളം ആശ്വാസത്തിലാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് 93 സ്ഥാനാർത്ഥികളാണുള്ളത്. 128 പേരാണ് പത്രിക നൽകിയത്. അതിനകത്ത് ഈ വിമതർ ഉൾപ്പെടെയുള്ള 25ഓളം പേർ പത്രിക പിൻവലിച്ചതോടുകൂടിയാണ് 93 സ്ഥാനാർത്ഥികളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രമാണിത്. ഇതിനകത്ത് പ്രത്യേകിച്ച് വിമതരില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പക്ഷെ കണ്ണൂർ കോർപ്പറേഷനിലാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിമതർ ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. അതായത് UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്ന വാർഡുകളിൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ലീഗിന്റെയും വിമത സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. ആദികടലായിൽ മത്സരിക്കുന്ന KPCC അംഗം റിജിൽ മാക്കുറ്റിക്കെതിരെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ V മുഹമ്മദ് അലിയാണ് മത്സരരംഗത്തുള്ളത്. ഒപ്പം തന്നെ പയ്യാമ്പലത്ത് മേയറായി പരിഗണിക്കുന്ന P ഇന്ദിരക്കെതിരെയും കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള ഒരു വനിതാ നേതാവ് മത്സരരംഗത്തുണ്ട്. ഒപ്പം ഈ കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് തർക്കം വലിയ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ച വാരം ഡിവിഷനാണ് മറ്റൊന്ന്, വാരം വാർഡാണ് മറ്റൊന്ന്. ആ വാർഡിനകത്തും ഇപ്പോൾ മുസ്ലിം ലീഗിന് വിമതനായിട്ട് മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പത്രിക നമുക്ക്. ശരി ബിജേഷ്, കണ്ണൂരിൽ നിന്നാണ്. ചിലരൊക്കെ വിമതരെല്ലാം പത്രിക പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ മുന്നണിക്കുള്ളിൽ ഇപ്പോഴും വലിയ പോരാട്ടം ഇല്ലെങ്കിൽ പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്നുണ്ട് കണ്ണൂരിൽ എന്നുള്ളതാണ്. ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതുചിത്രം. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചിത്രത്തിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇനിയാണ് രണ്ടാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണവും കടുത്ത പോരാട്ടത്തിലേക്കും കാര്യങ്ങൾ കടക്കുന്നത്. തിരിച്ചെത്താം ഇടവേള.